It's me 𝐼𝐿𝐴. Welcome to my YouTube channel. അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നത് മൊബൈലിൽ തന്നെ എങ്ങനെ ഒരു കുഞ്ഞു ആനിമേഷൻ ഒരു ആപ്പിന്റെ സഹായത്തോടെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ ആപ്പിലേക്ക് പോയാലോ. കൈൻമാസ്റ്റർ എന്നാണ് ഈ ആപ്പിന്റെ പേര്. അപ്പോൾ ഇതാണ് ആപ്പിന്റെ ഇന്റർഫേസ്. പിന്നെ നമുക്ക് പുതിയൊരു വീഡിയോ ചെയ്യണമെങ്കിൽ ഇത് അവിടെ നടുവിൽ ഒരു ബട്ടൺ കണ്ടില്ലേ, അതമർത്തുക. അപ്പോൾ നമുക്ക് വേണ്ട ആസ്പെക്ട് റേഷ്യോ ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 16:9 എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ മീഡിയ പോയിട്ട് ബാക്ക്ഗ്രൗണ്ട് അമർത്തിയിട്ട് ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏതെടുക്കാം. ഞാനിപ്പോൾ നീട്ടി കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 20 സെക്കൻഡാണ് എടുക്കുന്നത്. എനിക്ക് ഇഷ്ടമുള്ള അത്ര ആക്കാം. അപ്പോൾ ഞാൻ ലെയർ അതമർത്തിയിട്ട് അതമർത്തുക. അപ്പോൾ ഇതവിടെ മീഡിയ എഫക്റ്റ് ഓവർലേ ടെക്സ്റ്റ് ഹാൻഡ് റൈറ്റിംഗ്, അതിൽ നമ്മൾ മീഡിയ ചൂസ് ചെയ്യുക. അപ്പോൾ നേരത്തെ വന്ന പോലെ കുറേ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പിക്ചർ ചൂസ് ചെയ്യാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത്ര വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യാം. അപ്പോൾ ഇവിടെ CD-ക്കാക്കി കൊടുക്കുന്നുണ്ട്. അത് എന്നിട്ട് ഞാൻ നീട്ടി കൊടുക്കുക. പിന്നെ നമുക്ക് ഫസ്റ്റ് വെച്ചിട്ട് അതിന്മേൽ ക്ലിക്ക് ചെയ്യുക. ആ പിക്ചറിന്മേൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ അതൊരു കീ ബട്ടൺ കണ്ടില്ലേ, കീൻ്റെ ചിഹ്നമുള്ള, അതമർത്തുക. എന്നിട്ട് ഓരോരോ സെക്കൻഡിൽ ആ മെല്ലെ സൈഡ് ഇങ്ങോട്ട് നീക്കി കൊടുക്കാൻ നോക്കുക. എല്ലാ സെക്കൻഡിലും നീക്കി കൊടുക്കുക. അത് നിങ്ങൾ മാക്സിമം നന്നായിട്ട് നീക്കി കൊടുക്കാൻ നോക്കേണ്ടത്. ഇപ്പോൾ മുകളിലേക്കും അടിക്കൊക്കെ ചെറുതായിട്ട് ആവുന്നുണ്ട്, കാര്യമാക്കണ്ട. അങ്ങനെ ഓരോ സെക്കൻഡിലാക്കി കൊടുക്കുക. ആ സൈഡിലേക്ക് മറിയണ വരെ ആക്കി കൊടുക്കുക. എൻ്റെ അതിപ്പോൾ കഴിയാനായിട്ടുണ്ട്. ഇതാ കഴിഞ്ഞു. ഇപ്പം ഇത്ര മതി. അപ്പോൾ നമ്മളിതാ ടിക്ക് കൊടുത്തു. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഇതാണ് ആ കീ ബട്ടൻ്റെ കൊണ്ടുള്ള ഉപകാരം. ഇപ്പോൾ കണ്ടാ പോകുന്നത്. പിന്നെ വീണ്ടും നമുക്ക് ലെയർ അമർത്തണം. ലെയർ അമർത്തിയിട്ട് ഇതവിടെ മീഡിയ എഫക്റ്റ് ഓവർലേ ടെക്സ്റ്റ് ഹാൻഡ് റൈറ്റിങ്ങിൽ വീണ്ടും മീഡിയക്ക് പോവുക. വീണ്ടും ഒരു പിക്ചർ ചൂസ് ചെയ്യുക, റോഡിൻ്റെ പിക്ചർ. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലാതെ നൽകുന്നുണ്ട്. അല്ലാതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നൽകുന്നുണ്ട്. അല്ലാതിൻ്റെ ലിങ്ക് ഞാൻ തരുന്നുണ്ട്. ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. നമുക്ക് നീട്ടി കൊടുക്കുക. റോഡ് ഇപ്പോൾ നമുക്ക് വെറുതെ അങ്ങനെ കീ ഓപ്ഷനൊന്നും ചെയ്യേണ്ട കാര്യമില്ല, അവിടെ വെച്ചുകൊടുത്താൽ മതി. വീണ്ടും നമ്മൾ ലെയർ അമർത്തുക, അതിൽ മീഡിയ ചൂസ് ചെയ്യുക. എന്നിട്ട് പിന്നെ ഒരു ഗ്രീൻ സ്ക്രീൻ വീഡിയോ നമുക്ക് വേണ്ടി വരും. അതിൻ്റെ ലിങ്ക് ഞാൻ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. ഇതാണ് ആ വീഡിയോ. അതമർത്തുക, ഓക്കെ കൊടുക്കുക. എന്നിട്ട് അതിങ്ങനെ അടിക്കാക്കിയിട്ട് ഇതവിടെ ക്രോമാക്കി എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ നിങ്ങൾക്ക് കാണാം, അതമർത്തുക. എന്നിട്ട് അത് നമുക്ക് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, നമുക്ക് വേണ്ട അത്ര ഇങ്ങനെ ആക്കി കൊടുക്കുക. പിന്നെ കറക്റ്റ് തന്നെ നിങ്ങൾ ആയില്ലെങ്കിൽ ആക്കി കൊടുക്കുക. അപ്പം ഞാനത് ടിക്ക് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് വേണ്ടത്ര അടിക്കും മുകളിലേക്കും ഒക്കെ ആക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അത് കണ്ടില്ലേ. പിന്നെ നമുക്കിത് കട്ട് ചെയ്യേണ്ടി വരും. നോക്കി നോക്കാം. ഇതെവിടുന്ന് നമുക്കൊന്ന് കട്ട് ചെയ്യാം, അത് കഴിയുന്നത് വരെ. ഇതാണ് ആ ഭാഗം. അപ്പോൾ അവിടുന്ന് ഞാൻ നേരത്തെ കട്ട് ചെയ്ത പോലെ അല്ലാതെ എടുത്തിട്ട് കത്രിക അമർത്തി ട്രിം ടു റൈറ്റ് ഓഫ് പ്ലേ ഹെഡ്. അപ്പം ഇതും വെള്ളയിലൊക്കെ ആക്കിയിട്ടുണ്ട്, അല്ലാതെ ആക്കുന്നുണ്ട്. റോഡും ഒക്കെ കട്ട് ചെയ്തു. റോഡ് കുറച്ച് കൂടിപ്പോയി. അപ്പോൾ നമുക്കിതിനി എക്സ്പോർട്ട് ചെയ്യാം. ഞാനിതിവിടെ ഒരു ഷെയർ ബട്ടൺ കണ്ടില്ലേ, അത് അമർത്തുക. അല്ല, ഞാൻ പറയാൻ മറന്നു, നമുക്കിനി കൂടുതൽ ഡിസൈൻ ചെയ്യണമെങ്കിലും ചെയ്യാം. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതിൽ കുറേ പിക്ചേഴ്സ് ഉണ്ട്. ഇപ്പം ഞാൻ വേണമെങ്കിൽ ഈ സംഭവം കൂടെ വെക്കാൻ പറ്റും. കണ്ടാ, അങ്ങനെയൊക്കെ വെക്കാൻ പറ്റും. അപ്പോൾ ഞാൻ വെക്കുന്നില്ല, വേണമെങ്കിൽ ഇനിയും കുറേ ആൾക്കാരെ വെക്കാൻ പറ്റും അവിടെ. നമ്മൾ കുറേ ഗ്രീൻ സ്ക്രീൻ ഉണ്ടെങ്കിൽ അതും വെക്കാൻ പറ്റും. അപ്പോൾ കാണിച്ചു തരാം. ഇതിപ്പോൾ നടക്കുന്നുണ്ട്. ഇയാളതിപ്പോൾ ഞാൻ ക്രോമാക്കി എടുത്തിട്ട് എനേബിൾ ചെയ്തെടുത്തു. അപ്പോൾ നമുക്ക് ആ മറ്റാളതൊന്ന് കുറച്ച് മുന്നിലേക്കാക്കി കൊടുക്കുക.
അപ്പോൾ ഇയാളതും ഒന്ന് അടിയിക്കാക്കി കൊടുക്കുക. കണ്ടില്ലേ? നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടില്ലേ? ഇതാണ്. നമുക്കിത് എക്സ്പോർട്ട് ചെയ്യാം. ഇതിവിടെ സൈഡിൽ ഷെയർ ബട്ടൺ കണ്ടില്ലേ? അത് അമർത്തുക. എന്നിട്ട് ഇത് നമുക്ക് വേണ്ടത്ര റെസൊല്യൂഷൻ എടുക്കുക, വേണ്ടത്ര ബൈറ്റ് റേറ്റൊക്കെ ആക്കിയിട്ട് എടുക്കുക. ഞാനിപ്പോൾ ഒരു 10 MB ആക്കി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ആക്കി എടുക്കുക. 10 അല്ലെങ്കിൽ 20 MB ഇവിടെ ഞാൻ എക്സ്പോർട്ട് ചെയ്യാണ്. എക്സ്പോർട്ട് ആവുന്നുണ്ട്. എക്സ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് വീഡിയോയിലൂടെ ഒന്ന് കണ്ടു നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്. ഇതാ കയറി കഴിഞ്ഞു. നോക്കാം, നമുക്കൊന്ന് വെച്ച് നോക്കാം. കണ്ടില്ലേ? രസമല്ലേ? ഒരാൾ ബാക്കിൽ നടന്നു വരുന്നു, മറ്റാൾ ഓടുന്നു, ഒരു സാധനം അങ്ങനെ നീങ്ങിപ്പോണ്. ശരിക്കും ഇയാൾ നടന്ന് ഓടുന്ന പോലെ ഉണ്ടല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗായ്സ്, ഇറ്റ്സ് മീ 𝐿𝙞𝙀 സൈനിങ് ഔട്ട്. So now I gotta say goodbye.